കൊല്ലം ഒളിയക്കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതിന് പിന്നിലെ പകയുടെ കാരണം പുറത്തായിരിക്കുകയാണ്. തേജസുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതായാണ് കാരണം. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരി പ്രതി തേജസ് രാജു മുമ്പ് പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് രണ്ട് കുടുംബങ്ങളും ചേർത്ത് തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നീട് യുവതി തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി. ഇതോടെ തേജസ് പ്രതികാരത്തിലായി. ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കി. ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തി തീർക്കുകയായിരുന്നു. യുവതിയുടെ അച്ഛൻ ജോർജ് ഗോമസ് കുത്തേറ്റ് ചികിത്സയെ തുടരുകയാണ് ഇപ്പോൾ. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയമുണ്ട്. കോഴിക്കോട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ് ഫെബിന്റെ സഹോദരി. പെട്രോളുമായി തേജസ് രാജ് വീട്ടിലെത്തിയത് അവിടെയുള്ള എല്ലാവരെയും കത്തിക്കാനായിരുന്നു. പക്ഷേ ഫെബിനും അച്ഛനും തീർത്ത പ്രതിരോധത്തിൽ വീട് കത്തിക്കാൻ നടക്കാതെയായിപ്പോയി. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിനെ നീണ്ടകര സ്വദേശിയായ തേജസ് രാജുവാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. സന്ധ്യയ്ക്ക് 6:38 തേജസ് രാജു ആദ്യം ഫെബിൻ ഗോമിന്റെ വീട്ടിന്റെ മുന്നിൽ കാറിലെത്തുകയായിരുന്നു. റോഡിൽ ആളുണ്ടായിരുന്നതിനാൽ അപ്പോൾ തന്നെ മടങ്ങുകയും ചെയ്തു. 6:45 കാർ വീണ്ടും ഫെബിൻ ഗോമസിന്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ അപ്പുറമെത്തി. കാറിൽ നിന്നും വീട്ടിലെത്തി തേജസ് രാജു നടന്നു. 7:05 കുത്തേറ്റ ഫെബിൻ തോമസ് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടി. തൊട്ടു പിന്നാലെ തേജസ് രാജു ഓടിയെത്തി കാറിൽ കയറി. അമിത വേഗത്തിൽ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ കാർ സമീപത്തെ വൈദ്യുതി തൂണിലിടിച്ചു. വീണ്ടും പിന്നോട്ടെടുത്ത് കടപ്പക്കാട്ടെ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. 7:15 ചെമ്മാമുക്ക് RBIക്ക് താഴെ കാറിലെത്തി 7:30 ട്രാക്കിന് സമീപം കാത്തു നിന്ന് തേജസ് രാജു ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്നു കൊല്ലപ്പെട്ട ഫെബിൻ തോമസ്. നാട്ടിൽ കാര്യമായ സൗഹൃദങ്ങളൊന്നുമില്ലായിരുന്നു. കോളേജിലെ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആദ്യം പ്രചരിച്ചത്. ഫെബിനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീടാണ് കുടുംബത്തിനെ ഒന്നാകെ തീർക്കാനായി യുവാവ് എത്തിയതെന്ന വിവരം പുറത്തു വരുന്നത്. പർദ്ദ ധരിച്ച് ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് ആദ്യം കോളിംഗ് ബെൽ അടിച്ചു. ഫെബിന്റെ അച്ഛനാണ് വാതിൽ തുറന്നത്. അദ്ദേഹത്തെ ആക്രമിച്ച പ്രതി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഫെബിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. തേജസിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഇത് വീട്ടിലേക്ക് ഒഴിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു. പക്ഷെ തീ കത്തിക്കാനായില്ല. കുത്തേറ്റ് പിടഞ്ഞ ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഫെബിനും അമ്മയും അച്ഛനുമാണ് ഉളിയക്കോവിലിലെ വീട്ടിൽ താമസിക്കുന്നത്. ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ ഇത് പാളിയാൽ പ്ലാൻ ബിയും തേജസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയുമായി തേജസ് വീട്ടിലേക്ക് വന്നത്. കൊലപാതകത്തിന് ശേഷം കത്തി ഉപേക്ഷിച്ച് തേജസ് കാറിൽ കയറി പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടു. 3 കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ ശേഷം കൈനരമ്പ് മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവനൊടുക്കുകയും ചെയ്തു. കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SI രാജുവിന്റെ മകനാണ്. ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയാണ് തേജസ്. ഇവിടെ വെച്ചാണ് ഇവരുടെ സൗഹൃദം തുടങ്ങിയത്. ഫെബിന്റെ നെഞ്ചത്തും വാരിയലിലും കഴുത്തിലും തേജസ് കുത്തി. ഫെബിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ഫെബിൻ BCom 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പാർട്ട് ടൈമായി സൊമാറ്റോ ഡെലിവറി ഏജന്റായും ജോലി ചെയ്യുന്നുണ്ട്. ഫെബിനെയും പിതാവിനെയും കുത്തിയ ശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് തന്റെ കാറുമെടുത്ത് കടപ്പാക്കട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കും അപ്പോൾ വന്ന ട്രെയിനിൽ നിന്ന് മുന്നിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു. തേജസിന്റെയും ഫെബിന്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ഫെബിന്റെ വീട്ടിൽ മുമ്പും തേജസ് വന്നിട്ടുണ്ട്. ഫെബിന്റെ വീടിനടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഇതിന്റെ ബഹളത്തിലും സന്തോഷത്തിലുമായിരുന്നു ഇളയക്കോവിലുള്ള ആളുകൾ. ഇതിനിടെയാണ് തേജസിന്റെ ക്രൂരത നാടിനെ ഇപ്പോൾ നടുക്കിയിരിക്കുന്നത്.